പ്രണയസഖി ഭാഗം 7. ആ പയ്യൻ പോയതും അവൾ പോയി ആ പാലിൻ്റെ കുപ്പിയെടുത്തു. ഗേറ്റിൽ നോക്കുമ്പോൾ ന്യൂസ് പേപ്പർ ബോക്സിൽ ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പർ എടുത്ത് അവൾ അകത്തേക്ക് നടന്നു. വരാന്തയിലായി 2 ചൂരലിൻ്റെ കസേര ഇട്ടിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അതിലേക്കിട്ടു. ശേഷം ചായ വെക്കാം എന്ന് കരുതി പാലിൻ്റെ കുപ്പിയുമായി അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. ഒരു കുഞ്ഞു പൂച്ച. അവൾ കണ്ണുകൾ വിടർത്തി അതിനെ തന്നെ നോക്കി. തൂവെള്ള നിറത്തിൽ നിറയെ രോമമുള്ള ഒരു കുഞ്ഞു പൂച്ച. വളരെ ചെറുതല്ല, എങ്കിലും അധികം വലുതുമല്ല. അടുക്കളയിലെ സ്ലാബിലായിട്ട് കിടന്ന് ആൾ നല്ല രീതിയിൽ ഉറക്കമാണ്. അവൾ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ പതിയെ പോയി പാലിൻ്റെ കുപ്പി സ്ലാബിലായിട്ട് പതിയെ വെച്ചു. എന്നാൽ അവളുടെ കാലിൻ്റെ ശബ്ദം കേട്ടതും അതുണർന്നു. അവൾ കണ്ണ് വിടർത്തി അതിനെ തന്നെ നോക്കി നിന്നു. എന്നാൽ കണ്ണ് തുറന്നതു മുതൽ അത് കരയാൻ തുടങ്ങി. ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടതും അവൾ അതിൻ്റെ അടുത്തേക്ക് നടന്നു. സ്ലാബിൽ തന്നെ നിന്നുകൊണ്ട് അത് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഷോ, ഇതിന് വിശക്കുന്നുണ്ടാവോ ഇനി എന്ന് ചിന്തിച്ച് അവൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ എടുത്ത് അതിന് നേരെ നീട്ടി. അത് അവൾ കൊടുത്തപ്പോൾ തന്നെ അത് മുഴുവനായിട്ടും വേഗം തന്നെ കഴിച്ചു. പാവം, വിശന്നിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. വേഗത്തിൽ ചോറ് കഴിക്കുന്ന പൂച്ചയെ നോക്കി അവൾ ആലോചിച്ചു. അവൾ വീണ്ടും അല്പം ചോറ് കൂടി അതിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടു. എന്നാൽ അപ്പോഴേക്കും പൂച്ച അത് മതിയാക്കി. അവൾ ആ പാത്രം എടുത്ത് കഴുകി അതിൽ തന്നെ കൊണ്ടുവന്ന പാലിൻ്റെ കുപ്പിയിൽ നിന്നും അല്പം പാലൊഴിച്ചു കൊടുത്തു. പാലും പൂച്ച കുടിച്ചു. അവൾ അത് നോക്കി നിന്നു. എല്ലാം കഴിഞ്ഞ് പൂച്ച ജനലിൻ്റെ കമ്പിക്കിടയിലൂടെ പുറത്തേക്ക് ചാടി. അത് കണ്ടതും വർണ്ണ അത്ഭുതത്തോടെ അതിനെ നോക്കി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ ഇനി എന്ന് ചിന്തിച്ച് അവൾ ചായക്കുള്ള പാത്രം എടുത്ത് പാല് തിളപ്പിക്കാനായി അടുപ്പിലേക്ക് വെച്ചു. ഇനി മുതൽ എന്തായാലും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ജനലുകളൊക്കെ അടച്ചിടണം. അല്ലെങ്കിൽ ഇതുപോലെ പൂച്ച വന്ന് വല്ല കാഷ്ടിച്ചിടുകയോ മൂത്രം ഒഴിക്കുകയോ ചെയ്താൽ അയാളുടെ കയ്യിൽ നിന്ന് എനിക്കിട്ട് നല്ലത് കിട്ടും. അവൾ അന്നേരം മനസ്സിലോർത്തു. ചായ തിളപ്പിച്ച് അതിൽ നിന്നും അവളൊരു ഗ്ലാസ് ചായ എടുത്തു. ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇപ്പോഴും അവൻ്റെ മുറി തുറന്നിട്ടില്ല. സമയം 7:30 കഴിഞ്ഞിട്ടുണ്ട്. അവൾ മുറ്റത്തായിട്ടിരിക്കുന്ന ചൂരൽ കസേരയിലേക്ക് നടന്നു വന്നിരുന്നു. ശേഷം ചായ അതിൻ്റെ പിടിയിലായി വെച്ച് പത്രം തുറന്ന് വായിക്കാൻ തുടങ്ങി. അവിടെ വന്ന് നോക്കുമ്പോൾ 2 പത്രങ്ങൾ കിടക്കുന്നുണ്ട്. അവൾ 2 എടുത്ത് മേശമേലേക്ക് വെച്ചു. ശേഷം അതിൽ നിന്ന് മലയാളം പത്രം എടുത്തു. നമുക്ക് മലയാളം മതി. അവൾ മലയാളത്തിലുള്ള പത്രം എടുത്ത് വാർത്തകളൊക്കെ നോക്കാൻ തുടങ്ങി. ഇതിലിപ്പോൾ സ്വർണത്തിന് വില കൂടിയതും ചൂട് കൂടുന്നതും മാത്രമുള്ളല്ലോ. പത്രം വായിക്കുന്നതിനോടൊപ്പം അവൾ ചായയും കുടിച്ചു. ഡി, പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അവളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ശബ്ദം അവിടെ ഉയർന്നത്. ഉടനെ തന്നെ ഞെട്ടി അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു. എന്നാൽ അവളുടെ കസേരയുടെ പിടിയിലായിരുന്നിരുന്ന ചായ ഗ്ലാസ് നേരെ വീണുപോയി. അവൾ ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി. അവിടെ ദേഷ്യത്തോടെയുള്ള മുഖഭാവവുമായി നിൽക്കുകയാണവൻ. തമ്പുരാട്ടിയായിട്ട് വാഴാന്ന് കരുതിയിരിക്കുവാണോ മോള്? അവൻ അവളോട് പുച്ഛത്തോടെ ചോദിച്ചു. അവൾ അതിന് തല കുനിച്ചു പിടിച്ചു. പോയി എനിക്കുള്ള ചായ കൊണ്ടുവാടി. അവൻ്റെ ആ ശബ്ദം കേട്ടതും കയ്യിലിരുന്ന പത്രം നിലത്ത് വെച്ച് താഴെ വീണു കിടന്നിരുന്ന ഗ്ലാസ് എടുത്ത് അവൾ അടുക്കളയിലേക്ക് നടന്നു എന്ന് പറയുന്നതിലും ഓടി എന്ന് പറയുന്നതായിരിക്കും ശരി. അവിടുന്ന് തുടങ്ങിയ ഓട്ടം ചെന്ന് നിന്നത് അടുക്കളയിലാണ്. അടുക്കളയിലെ സ്ലാബിലേക്ക് ചാരി നിന്ന് അവൾ നെഞ്ചത്ത് കൈവച്ച് ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഹോ, പേടിച്ചിപ്പോൾ ജീവൻ പോയേനെ. അവൾ വീണ്ടും ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു. അടുക്കളയിലോ മുറിയിലോ പോയി നിന്നാ മതിയായിരുന്നു. അവൾ അന്നേരം ചിന്തിച്ചു. അയ്യോ, അയാൾ ചായ ചോദിച്ചല്ലോ. അവൾ വേഗം തന്നെ അടുപ്പിലിരുന്ന ചായ ഒന്നുകൂടി ചൂടാക്കി. ശേഷം അതൊരു കപ്പിലേക്ക് പകർത്തി. എൻ്റെ ദേവി, ഞാനിതെങ്ങനെ കൊണ്ടുപോയി അയാളുടെ കയ്യിൽ കൊടുക്കും? കയ്യും കാലും വിറച്ചിട്ട് വയ്യ. ഇനി ചോദിച്ചിട്ടും കൊടുത്തില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാലോ? ഓരോന്നൊക്കെ ആലോചിച്ചും ചിന്തിച്ചും നിന്ന് സമയം കളയാതെ അവൾ ചായക്കപ്പുമായി ഉമ്മറത്തേക്ക് നടന്നു. മുന്നിൽ വന്ന് നോക്കുമ്പോൾ അവൻ കസേരയിലിരുന്ന് പത്രം വായിക്കുകയാണ്. ചായ, അവൾ വിക്കലോടെ അവനോട് പറഞ്ഞൊപ്പിച്ചു. പത്രം വായിക്കുകയായിരുന്ന അവൻ അവളുടെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി. അവൾ ചായക്കപ്പ് അവന് നേരെ നീട്ടി. അവനത് വാങ്ങി. അപ്പോഴും അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൾ മുഖം കുമ്പിട്ട് നിൽക്കുകയായിരുന്നു. അവൾ മുഖമുയർത്തി നോക്കിയാൽ അവൾ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന അവനെ ആയിരിക്കും. അവൾ വേഗം തന്നെ മുഖം കുനിച്ചു കളഞ്ഞു. നിനക്ക് വിക്കുണ്ടോ? അവൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം. ഇല്ല. അത് പറഞ്ഞ് അവൻ വീണ്ടും പത്രത്തിലേക്ക് തന്നെ മുഖം തിരിച്ചു. ഇനി ചായ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അതെങ്ങാനും എൻ്റെ മുഖത്തേക്ക് ഒഴിക്കുവോ? ഒരു നിമിഷം അവൻ ചായ കുടിക്കുന്നതിനിടയിൽ അവൾ അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല. അവൾ അവനെ നോക്കിയപ്പോൾ പത്രത്തിലേക്ക് നോക്കി അവൻ ചായ കുടിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇനി ആര് ക്ലീൻ ചെയ്യും? നേരത്തെ ഗ്ലാസ് വീണപ്പോൾ തറയിൽ തെറിച്ച ചായ നോക്കി അവൻ ചോദിച്ചു. ഞാൻ ചെയ്യാം. അത് പറഞ്ഞ് അവൾ വേഗം തന്നെ തിരികെ അടുക്കളയിലേക്ക് നടന്നു. വേഗം തന്നെ തുടക്കാനുള്ള മോപ്പുമായി അവൾ മുന്നിലേക്ക് വന്നു. വേഗം തന്നെ അവിടെയൊക്കെ തുടച്ചു വൃത്തിയാക്കി അവൾ തിരികെ അടുക്കളയിലേക്ക് തന്നെ പോയി. ഇന്നിനി ഈ വീട് മുഴുവൻ വൃത്തിയാക്കണം എന്ന് ചിന്തിച്ച് അവൾ അടുക്കളയിലെ പണിയൊക്കെ ചെയ്തു തുടങ്ങി.
അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ അവൻ കുടിച്ച ചായക്കപ്പ് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെക്കുന്നത് അവൾ കണ്ടിരുന്നു. അത് കണ്ടതും അതെടുക്കാനായി നോക്കുമ്പോൾ അവൻ അവളുടെ മുറിയിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. അവിടെ എന്താണാവോ? അവൾ മനസ്സിലോർത്തു. അവൾ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് അവൻ അവളുടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവളാണെങ്കിൽ ചിന്തയൊക്കെ വിട്ട് നേരെ നോക്കിയത് അവൻ്റെ മുഖത്തേക്കാണ്. നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു വലിയ ബാഗൊക്കെയുണ്ട്. അവൾ ആ ബാഗിലേക്കും അവനെയും മാറി മാറി നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കീ അവളുടെ നേരെ നീട്ടി. ദാ, ഇത് നിന്റെ മുറിയിലെ വാർഡ്രോബിൻ്റെ കീയാണ്. എൻ്റെ കുറച്ച് സാധനങ്ങൾ അതിലുണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടി കയറിയതാണ്. അത് പറഞ്ഞ് അവൻ ആ കീ ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. അവൾ താക്കോൽ അവിടെ തന്നെ വെച്ച് അടുക്കളയിലേക്ക് നടന്നു. ഇന്നലെ വെച്ച് ചോറിരിക്കുന്നുണ്ട്, കടലക്കറിയുമുണ്ട്. പുട്ടുണ്ടാക്കാമെന്ന് കരുതി. പുട്ടിനുള്ള മാവ് കുഴിച്ച് പുട്ടുണ്ടാക്കി. കറി കടലയുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതൊക്കെ പാത്രത്തിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അവൻ കൊടുത്ത വാർഡ്രോബിൻ്റെ കീ അപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ അത് കയ്യിലെടുത്ത് മുറിയിലേക്ക് നടന്നു. ശേഷം ആദ്യം കീ ഉപയോഗിച്ച് അതൊന്ന് തുറന്നു നോക്കി. അതിലൊന്നും തന്നെയില്ല. അവൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സെല്ലാം എടുത്ത് അതിൽ അടക്കി വെച്ചു. തിരിച്ച് ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് കണ്ടതും അവൾക്ക് എന്തോ മനസ്സിലൊരു സന്തോഷം തോന്നി. ഒരു പുഞ്ചിരിയോടെ അത് നോക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. അവൾ അടുക്കളയിലേക്ക് നടന്ന് ഉച്ചയ്ക്കുള്ള കറി വെക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ ഡൈനിങ് ടേബിളിലേക്ക് ചലിച്ചുകൊണ്ടിരുന്നു. അവൻ കഴിച്ചു കഴിഞ്ഞ് പാത്രം അടുക്കളയിൽ കൊണ്ടുവന്ന് കഴുകി വെച്ചു. തിരിഞ്ഞു നിൽക്കുന്ന അവൾ അതൊക്കെ അറിയുന്നുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാൻ പോയില്ല. അവൻ പോയി കഴിഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ ബാക്കി ജോലികളൊക്കെ ചെയ്തു തീർത്തു. അല്പം കഴിഞ്ഞതും അവൻ്റെ വണ്ടിയുടെ ശബ്ദം പോകുന്നത് കേട്ടു. പുറത്തേക്ക് പോയോ? അവൾ അന്നേരം ആലോചിച്ചു. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ വീട് മുഴുവൻ ഒതുക്കാൻ തീരുമാനിച്ചു. ഒരിടത്തു നിന്ന് തുടങ്ങി താഴത്തെ നിലയൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി. അപ്പോഴേക്കും തന്നെ ഉച്ചയ്ക്ക് 2 മണിയായി. അവൻ പോയിട്ട് പിന്നെ തിരികെ വന്നിട്ടില്ല. അവൾ ഭക്ഷണം എടുത്ത് കഴിച്ചു. വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ വഴക്ക് വാങ്ങുന്നത് എന്ന് കരുതിയാണ് അവൾ കഴിച്ചത്. ഭക്ഷണം കഴിച്ച് അല്പം കഴിഞ്ഞ് അവൾ മുകളിലെ നിലയിലേക്ക് കയറി. അവിടെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു വലിയ ഹാളാണ്. പിന്നെ 3 മുറിയും. ഓരോന്നിലും അവൾ കയറി വൃത്തിയാക്കി. എല്ലാ മുറിക്കും ബാത്റൂമുണ്ട്. എല്ലാം വൃത്തിയാക്കി വന്നപ്പോൾ സമയം 6 മണി. ഇരുട്ടായി തുടങ്ങി. വേഗം തന്നെ വന്ന് അവൾ കുളിക്കാനായി കയറി. ആ സമയമാണ് രാവിലെ പോയ ശിവ തിരികെ വന്നത്. അവൻ വന്ന് വാതിൽ തുറന്നു. ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറിയപ്പോൾ അവളുടെ അനക്കമൊന്നുമില്ല. ഇനി ഇവിടെ എവിടെയെങ്കിലും തലകറങ്ങി വീണ് കിടപ്പുണ്ടോ എന്ന് കരുതി അവൻ വീട് മുഴുവൻ അവളെ ഒന്ന് നോക്കി. എല്ലായിടത്തും അന്വേഷിച്ചു കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് അവളുടെ മുറിവാതിൽ അടഞ്ഞു കിടക്കുന്നത് അവൻ കാണുന്നത്. അവൻ അതിൽ ഒന്ന് തട്ടി. പക്ഷേ അകത്തു നിന്നും അനക്കമൊന്നുമില്ല. അവൾ കുളിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിച്ചത്. 6 മണി ആയെന്ന് കണ്ടപ്പോൾ വേഗം തന്നെ ഓടി വന്ന് കുളിക്കാൻ കയറിയതാണ്. നല്ല ചൂടും ദേഹത്തപ്പടി വിയർപ്പും ആയതുകൊണ്ട് വേഗം തന്നെ വന്നൊന്ന് കുളിച്ചാൽ മതിയെന്നായിരുന്നു ചിന്ത. അതിനിടയിൽ ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ ഇടാമെന്ന് വിചാരിച്ചാൽ അതിൽ ജോലിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ആകെ പൊടിയും വിയർപ്പും ഒക്കെയാണ്. കുളിച്ചു കഴിഞ്ഞ് വീണ്ടും എങ്ങനെ അതെടുത്തിടാനാണ്? ഒരു കാര്യം ചെയ്യാം, ടവല് ചുറ്റി ഇറങ്ങാം. ഇപ്പോൾ എന്തായാലും വീട്ടിലാരും ഇല്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് അവൾ എടുത്തിരുന്ന ടവൽ തലയിലായി ചുറ്റി കെട്ടിവെച്ചു. ശേഷം ബാത്റൂമിൽ കിടന്നിരുന്ന ടവലെടുത്ത് മാറുവരെ മറച്ചു കെട്ടി. അവൾ ബാത്റൂമിലെ വാതിൽ പതിയെ തുറന്ന് മുറിയുടെ വാതിൽ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കി. അടച്ചിട്ടുണ്ട്. ജനലുകളൊക്കെയും അടഞ്ഞു കിടക്കുകയാണ്. ആ ധൈര്യത്തിൽ അവൾ ടവല് ചുറ്റി ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഇതേ സമയമാണ് ശിവ അവളുടെ മുറിയുടെ മുന്നിൽ വന്ന് നിന്ന് അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 തവണ തട്ടിയിട്ടും അവൾ വിളി കേൾക്കുന്നുമില്ല, വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടതും അവൻ വാതിൽ പിടിയിൽ പിടിച്ചു തിരിച്ചു. അവന് മുന്നിൽ വാതിൽ മലർക്കെ തുറന്നു. എന്നാൽ വാതിൽ തുറന്ന് മുറിക്കകത്തേക്ക് നോക്കിയ ശിവ ഞെട്ടി പണ്ടാരടങ്ങി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയ വർണ്ണ കാണുന്നത് തന്നെ നോക്കി അന്തം വിട്ടു നിൽക്കുന്ന ശിവയെയാണ്. പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ടതും അവൾ ഞെട്ടിക്കൊണ്ട് നോക്കി. എന്നാൽ അങ്ങനെ ഞെട്ടി നോക്കിയതിനു ശേഷമാണ് അവൾ തൻ്റെ വേഷത്തെക്കുറിച്ച് ഓർത്തത്. അടുത്ത നിമിഷം അവൾ വാവിട്ടലറി. അത്ര നേരം അന്തിച്ചു നിൽക്കുകയായിരുന്ന ശിവ അവളുടെ അലർച്ച കേട്ടതും പെട്ടെന്ന് സുബോധം വീണ്ടെടുത്തു. ഓടിവന്ന് അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ഓടിവന്നവൻ പിടിച്ചതും പെട്ടെന്ന് അവളുടെ മാറിൽ കെട്ടിയിരുന്ന ടവലിൻ്റെ കുത്തഴിഞ്ഞു. അത് വീണു പോകും മുന്നേ അവൾ കയറി പിടിച്ചു. സോറി, അറിയാതെ പറ്റിപ്പോയതാണ്, മനഃപൂർവ്വമല്ല. അവൻ അവളെ അനുനയിപ്പിക്കാൻ നോക്കി. പക്ഷേ അപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങിയിരുന്നു. സോറി, വേണമെന്ന് വെച്ച് ചെയ്തതല്ല. നിന്നെ അവിടെ എവിടെയും കാണാതെ വന്നപ്പോൾ ഇനി എവിടെയെങ്കിലും തലകറങ്ങി വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. ബൈ ഗോഡ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അവളുടെ കരച്ചിൽ കണ്ടതും അവൻ്റെ സ്വരം ദയനീയമായി. അവൻ അവളുടെ വായിൽ നിന്നും കൈകൾ മാറ്റി. അവൾ അവനെ മുഖമുയർത്തി നോക്കിയില്ല.
പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ വേഗം തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ മിഴിനീർ കവിളിനെ നനച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി. അവൻ പോയി എന്ന് കണ്ടതും അവൾ വന്ന് വാതിലടച്ചു. അവളിൽ എന്തിനെന്നറിയാതെ ഒരു ഭയം ഉരുണ്ടുകൂടി. അല്പസമയം അതേ വേഷത്തിൽ അവൾ കട്ടിലിലേക്കിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഇങ്ങനെ ഒരു വേഷത്തിൽ തന്നെ ഒരു പുരുഷൻ കണ്ടു എന്നത് അവളെ ഒത്തിരി വേദനിപ്പിച്ചു. അറിയാം, അവൻ തൻ്റെ ഭർത്താവാണ്. എങ്കിലും 2 ദിവസത്തെ മാത്രം പരിചയമുള്ള ഒരാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് അവളെ നോവിച്ചു. അല്പസമയം കട്ടിലിൽ തന്നെ തലയ്ക്ക് കൈകൊടുത്ത് അവൾ ഇരുന്നു പോയി. തുടരും. ഇന്ന് ഇത്തിരി ചെറിയ പാർട്ടാണ് കേട്ടോ, കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് അധികം സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചെറിയ പാർട്ടാണ് ഇട്ടേക്കണത്. നാളെ പറ്റുമെങ്കിൽ ഇത്തിരി വലിയ പാർട്ട് തരാൻ നോക്കാം, പക്ഷേ ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.